പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ക്ലോക്കിനെ കുറിച്ചുള്ള ഏതാനും കണക്കുകൾ പരിചയപ്പെട്ടാലോ? ക്ലോക്കുമായി ബന്ധപ്പെട്ട് ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ പറ്റിയ ഒരു ചോദ്യമാണ് പ്രതിബിംബ സമയവുമായി ബന്ധപ്പെട്ട ചോദ്യം. ഒരു ക്ലോക്കിൽ പ്രതിബിംബ സമയം എത്രയാണെന്ന ചോദ്യം മിക്ക പരീക്ഷകളിലും നമുക്ക് കാണാൻ കഴിയും. വളരെ എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ കഴിയുന്ന ഈ പ്രതിബിംബ സമയത്തിന്റെ 2-3 കണക്കുകൾ നമുക്ക് നോക്കിയാലോ? 4:25 എന്ന യഥാർത്ഥ സമയത്തിന്റെ പ്രതിബിംബ സമയം കാണുക. 4:25 എന്നാണ് യഥാർത്ഥ സമയം. അപ്പോൾ ഇതിന്റെ പ്രതിബിംബ സമയം കാണാൻ എന്താ ചെയ്യേണ്ടത്? 11:60 4:25 കുറയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 7:35 എന്ന സംഖ്യ കിട്ടും. അപ്പൊ ഏതാണ് യഥാർത്ഥ സമയം? യഥാർത്ഥ സമയം 4:25 അതിന്റെ പ്രതിബിംബ സമയം 7:35 ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം എത്രയാണ്? 7:35. ഇവിടെ 4:25 ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ 12:36 ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? 12:36 എന്ന യഥാർത്ഥ സമയത്തിന്റെ പ്രതിബിംബ സമയം എത്രയാണ് ചോദിച്ചാൽ 23:60 നിന്ന് 12:36 കുറയ്ക്കണം. അപ്പൊ നമുക്ക് കിട്ടുന്ന 11:24 എന്ന ഉത്തരമാണ് പ്രതിബിംബ സമയം. അപ്പൊ പ്രതിബിംബ സമയം കിട്ടാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? 11 താഴെയുള്ള സമയമാണ് ചോദിച്ചതെങ്കിൽ 11 താഴെയുള്ള സമയമാണ് ചോദിച്ചതെങ്കിൽ 11:60 നിന്നും നാം കുറയ്ക്കുക. 11 കൂടുതലുള്ള സമയമാണ് ചോദിച്ചതെങ്കിൽ എന്ത് ചെയ്യുക? 23:60 നിന്ന് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രതിബിംബ സമയം കിട്ടുന്നതാണ്.